പപ്പാക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവിടെ ഇവിടത്തെക്കാൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ഇവിടുത്തെ ഇവിടെ പ്രൊഫഷണൽ അല്ലെന്നല്ല അർത്ഥം. നമ്മൾ പറയുമ്പോൾ അവിടെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആണ്. 9 മണി മുതൽ 9 മണി വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്കാണ് കാര്യങ്ങൾ. പക്ഷെ മൊത്തത്തിൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മുടെ മലയാളം സീരിയൽസിൻ്റെ അത്ര ഒരിക്കലും വരില്ല അവരുടെ സാധനം. എല്ലാവരുടെ മനസ്സിലും ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടാവും. ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, എന്താണത്? എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഈശ്വരാജിനെ കൊണ്ട് ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറിനോട് സാമ്യം കുറഞ്ഞ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതൊരു ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ടി വിയിൽ പ്രത്യേകിച്ചും അത് കിട്ടുക വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പം തന്നെ ഞാൻ പിന്നെ ദൂരദർശനിലെ ഒരു ക്യാരക്ടർ സാമ്പാർ നമ്പൂതിരി എന്ന ക്യാരക്ടർ കോമഡിയായിരുന്നു. കോമഡി ഇൻ ദ സെൻസ് ഒരു സറ്റയർ നല്ല ക്യാരക്ടർ. അതേ സമയം തന്നെ എനിക്ക് വേറൊരു ജ്ഞാനശീലൻ എന്ന ക്യാരക്ടർ സീരിയലിൽ കിട്ടിയത് വളരെ ക്ഷിപ്രകോപിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തല്ലാൻ പോകുന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ പല പല ഡിഫറൻറ്റ്. പിന്നെ വേറൊന്നൊരു പാവമായിരിക്കും, വേറൊന്നിലും ഇപ്പോൾ ദാമ്പത്യഗീതങ്ങളിലാണെങ്കിൽ ഒരു നിസ്സഹായനായ ഭർത്താവായിരിക്കും. അപ്പോൾ പല പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ കിട്ടി. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സിന് ഡിഫറെൻ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ സേതു എന്നുള്ള സിനിമയിൽ വിക്രം ചെയ്ത ക്യാരക്ടർ നമ്മൾ ഡയലോഗ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാതെ നമ്മുടെ ഇപ്പം എല്ലാവർക്കും നമ്മൾ ഡയലോഗ് പറയുക, എക്സ്പ്രഷൻ. അപ്പം ഡയലോഗ് പറയുമ്പോൾ തന്നെ നമ്മുടെ എക്സ്പ്രഷൻ റീച്ചായി. അതില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻസ് നമുക്ക് പിന്നെ വികാരങ്ങളിൽ ജനങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ ഡയലോഗ്സ് ഇല്ലാതെ കഴിയുന്നൊരു ക്യാരക്ടർ. ആ സേവിൽ കുറേ പോർഷൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് നമ്മൾ. അതൊരു പൊട്ടൻ എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്, അല്ലാത്തൊരു കുറച്ചും കൂടെ നമുക്ക് ചാലഞ്ചായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ. നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നത്തക്കാണോ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ് പണ്ടുമുതലേ ആഗ്രഹം. മറക്കാനാവാത്തെന്ന് പറഞ്ഞാലേ ഒരു സംഭവം, അതായത് ഞാൻ കുറേ ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്തിട്ട് ഈ ജ്വാലി പറഞ്ഞ പോലത്തെ ക്യാരക്ടറാണോ വളരെ ബുദ്ധി പറഞ്ഞൊരു ക്യാരക്ടർ. അങ്ങനെ പാറമടയിൽ പഠിക്കാൻ പോകുന്ന ക്യാരക്ടർ. അത് ഞാൻ ക്യാരക്ടർ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ സിറ്റി ഹോസ്പിറ്റലിൽ പോകും. എൻ്റെ ഫ്രണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങി. അപ്പോൾ അതിലൊരു കുറേ ആൾക്കാരുണ്ട്, വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരാൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ചോദിച്ചു പെട്ടെന്ന് ആയും കൊണ്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഡോക്ടറെ കാണുമെന്നാണ്. അയ്യോ എന്ത് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല ഒരു ആവശ്യം. ഇയാളുടെ വൈഫൊക്കെ പരിചയപ്പെട്ടു. അവർ പറയാം അപ്പോൾ എനിക്ക് മേളിലേക്ക് ലിഫ്റ്റിൽ കയറാൻ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറാണ്. ലിഫ്റ്റിൽ കയറാൻ അറിയില്ല അല്ലെങ്കിൽ മേലോട്ട് ചെല്ലാൻ അറിയാനുള്ള പുള്ളി എടുത്ത് ഞാൻ കൂടെ വരാമെന്നുണ്ട്. പുള്ളി കൂടെ എവിടെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ 4ാമത്തെ പുള്ളി കൂടെ വരികയാണ്. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇയാൾ കൂടെ വന്നിട്ട് ഡോക്ടറെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ കക്ഷിയാണ് കേട്ടോ പുള്ളി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര തമാശ. എൻ്റെ ഫ്രണ്ടാണ്, എന്നോട് പഠിച്ചിട്ടുള്ള ഡോക്ടറാണ്. അപ്പം ഇയാൾ എന്നിട്ട് പിടിച്ചിട്ട് കുഴപ്പമില്ല എനിക്ക് കഴിഞ്ഞ് പോയാൽ മനസ്സിലായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്ത് റീച്ചാക്കിയതിൻ്റെ സന്തോഷമായി തോന്നി. ഒരു യാതൊരു ബുദ്ധിയില്ലാത്ത ഒരാളെ പോലെ അയാളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു ലിഫ്റ്റ് നടക്കാനൊക്കെ പഠിപ്പിച്ചവരുടെ കൊണ്ട് പരിചയപ്പെടുത്തിട്ട് പോയിരുന്നു. എനിക്ക് ആദ്യം അപ്പം ഞാൻ ഈ പ്രേക്ഷകരായി തിരിച്ചറിയപ്പെടുന്നതേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ ഇത് മറ്റേ ആളെങ്കിലും ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ അനുഭവം. അതുകൊണ്ടാണ് ആ അനുഭവത്തിനോട് കൂടുതൽ ഒരു മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ മതി. അപ്പോൾ പറയുന്നത് ഫാമിലി എൻ്റെ ഫാദർ മരിച്ചിട്ടാണ്. മകൻ ഹൗസ് വൈഫാണ്. എൻ്റെ വൈഫ് ഡോക്ടറാണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവർ 2 ഡോക്ടേഴ്സാണ്. അവർ 2 പുറത്താണ്. പിന്നെ ഞാൻ ഇഷ്ടങ്ങൾ ഞാൻ വർക്കില്ലെങ്കിൽ വീട്ടിലിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട്ടിലിരിക്കുക വീടായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകുക. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഫാമിലി മാനാണ്. ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും ഫാമിലിയുടെ കൂടെ ആയിരിക്കും. ഇപ്പോൾ മീഡിയയിൽ പറയാറുണ്ട് നമ്മൾ വർക്ക് ചെയ്ത് പോയാൽ പിന്നെ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാം. അതാണ്. പിന്നെ താല്പര്യങ്ങളിൽ സാധാരണ ഡ്രസ്സിൽ തന്നെ സാധാരണ ഫുഡും ഒന്നും എക്സ്ട്രാ കൊണ്ടുപോയിട്ടുള്ളതൊന്നുമില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലാപരമായിട്ടും അതിൻ്റെ അടുത്തേ പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാത്തിനും ചെയ്യും. വരയ്ക്കുകയും ചെയ്യും, എഴുതാൻ ചെയ്യും, പാടാനൊക്കെ ചെയ്യും. പാടാൻ എനിക്ക് ഏറ്റവും കഴിയാത്ത സംഭവമാണ് പാടാൻ. അപ്പോൾ ഒരു ടീച്ചറുണ്ട്, അവർക്ക് ഭയങ്കര കാര്യമാണ്. ഞാൻ ഒന്നും ചെയ്തത് ഇഷ്ടമാണ്. ടീച്ചർ നന്നായി പഠിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ഞാൻ എന്ത് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നെ ശാസ്ത്രീയ സംഗീതത്തിന് പേര് കൊടുത്തു. എനിക്ക് ശാസ്ത്രീയ സംഗീതം തന്നൊന്നും അറിയില്ല. അപ്പം സ്കൂളിലും അല്ല, സബ്ജക്റ്റിൻ്റെ തലത്തിലാണ് മത്സരത്തിന് പോകുന്നത്. അപ്പം ഞാൻ
വരയ്ക്കൊക്കെ ചെയ്യും, വരച്ചൊക്കെ പൈസ മേടിച്ചിട്ട് വരയ്ക്കാനൊക്കെ കുഴപ്പമില്ല, നമുക്കൊരു വിശ്വാസം എടുക്കാനും കുറച്ചൊക്കെ വരച്ച് എഴുതാനും കുഴപ്പമില്ല. പക്ഷെ പാടാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ പാടുന്നു മൈക്കൊക്കെ താഴ്ത്തി വെച്ച് എന്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോൾ ഞാൻ കയറി നിന്നിട്ട് ഞാൻ പാടി ഒരു പാടുണ്ടല്ലോ അന്ന് സിനിമയിൽ. ഞാൻ ഇപ്പോഴും ആലോചിച്ചാൽ ഞാൻ ഈ പാടുമ്പോൾ ജഡ്ജസിന്റെ മുഖമൊക്കെ എനിക്ക് ഇന്ന് വടിച്ച മുഖം എന്തിട്ടാണ് എവിടെ ഏത് ലോകത്തിനാണ് ആലോചിക്കുക. ശാസ്ത്രീയ സംഗീതം പാടാൻ ചെന്നിട്ട് ഒരു ബന്ധമുള്ള സിനിമാ പാട്ട് പാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം അന്നത്തെ സമയത്ത് എന്ത് ചെയ്യാനായിട്ടുള്ള കൊടുക്കാൻ പേരെടുക്കാൻ അപ്പം പേരെടുക്കുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മിമിക്രി മോട്ടിനൊക്കെ പോയിട്ട് ഞാൻ പ്രൈസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനോടൊപ്പം പറ്റാത്ത പണി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ക്ലിനിക് ഉണ്ട് നെടുമങ്ങാടാണ്, എൻ്റെ വൈഫാണ് ഫുൾ ടൈം പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് വർക്കില്ലാത്തപ്പോഴൊക്കെ ഞാൻ ചെന്നിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം അല്ല അവിടുത്തെ ഒരു കോമഡി എന്ന് വെച്ചാൽ പേഷ്യൻസ് തരും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഡോക്ടേഴ്സിന് നമുക്കൊരു ചെറിയ നമ്മുടെ പേഷ്യൻസ് നമ്മൾ കാണുമ്പോൾ ഡോക്ടേഴ്സിന് ചെറിയ വെയിറ്റ് കൊടുത്തിട്ടായിരിക്കും സാർ ഇങ്ങനെ. അപ്പം ഞാൻ ഡെന്റൽ സർജനാണ്, അപ്പോൾ ഡെന്റൽ ഡോക്ടറാണ്. അപ്പോൾ ഈ എല്ലാവരും വരുന്നവർക്ക് വേദനയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ അവർക്ക് എക്സൈറ്റ്മെന്റ് ആണ്, പ്രതീക്ഷയില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് പുറത്തെടുക്കുക. അപ്പം തന്നെ നമ്മൾ ഉണ്ടാകും. കാരണം ഈ പുറത്ത് പേഷ്യൻസ് ഇരിക്കും. ഈ സീരിയൽ കാണാത്തവർ കാണുന്നവർ കാണും, അവർക്ക് ഇതിലൂടെ കാണാൻ പറ്റും. വിൻഡോയിൽ മാത്രമേ ഒരാൾ ഇങ്ങനെ അടിക്കും. അവർ വിചാരിക്കും ഇവൻ ഇന്നലെ അങ്ങനെ പല്ലെടുത്തിട്ട് പണിയായിട്ടാണ് കല്യാണം വന്നാൽ മതി അല്ലേ, അങ്ങനെ വിചാരിക്കും. മാത്രമല്ല ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഒരു ഡോക്ടർ എന്നുള്ളതല്ല, ഭയങ്കര സ്പ്രെഡായിരിക്കുക. പിന്നെ അവരാണ് ഇരിക്കുന്നത് ഇരുന്നിട്ട് എന്താണ് മറ്റതിൽ കറിയുണ്ടായി നിങ്ങൾ കല്ല് കഴിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം തന്നെ ഇത് കൊണ്ട് വൈഫിന് പ്രാക്ടീസ് നടക്കില്ല. എനിക്ക് ഇവരോട് ഒരു ആക്ടർ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം വൈഫ് പറയും ചുമ്മാ ഇരിക്കും വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇങ്ങോട്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മിക്കവാറും ലൊക്കേഷനിലായിരിക്കും. വീട്ടിൽ മിക്കവാറും കിട്ടത്തില്ല. വീട്ടിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഡെയിലി എപ്പോഴും ഫോൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ വീട്ടിലെല്ലാം കാര്യങ്ങൾ അറിയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഫോൺ ചെയ്യാറുണ്ട്. പിന്നെ സീരിയലായതുകൊണ്ട് ഞാൻ പിന്നെ തമിഴ് സീരിയൽ മാത്രമാണ് മദ്രാസിൽ പോയി. അല്ലാതെ ട്രിവാൻഡ്രം, തൃശ്ശൂർ, എറണാകുളം കുറച്ച് അടുത്തടുത്തായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് വളരെ ഇതാണ്. സിനിമ ചെയ്യാത്തോളം ദൂരങ്ങളൊന്നും പോകേണ്ടി വരില്ല. എല്ലാം ഈ കേരളത്തിനുള്ളിൽ തന്നെ. സീരിയലിന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ ചിലരെങ്കിലും സീരിയൽ മോശമാണെന്നൊരു അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ടി വിയിൽ ഇപ്പം ഞാനൊരു 6 വർഷം 7 വർഷം സജീവമായിരിക്കുന്ന ഒരാളാണ്. ബട്ട് സീരിയൽസിൽ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രം ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടത് സീരിയൽ ഉച്ചക്കൂടി പറഞ്ഞ് ഞാൻ കേട്ടു. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മളെ പരിചയപ്പെടണം. ചിലരിങ്ങനെ നമ്മളെ കാണുമ്പോൾ ആരും ചെയ്യുന്നതല്ല സീരിയലാണ് അങ്ങനെ വളരെ ഉച്ചത്തോടുകൂടി പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് കൂടുതൽ. ഒരു സീരിയൽ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ക്രൂസ് ഉൾപ്പെടെ ഒരു 10-100ഓളം ആൾക്കാരുടെ കുടുംബമാണ് ഒരു വർഷത്തോളം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. അപ്പോൾ അതൊരു ബിസിനസ്സും കൂടെ പൂർണ്ണമായിട്ടും. അപ്പോൾ ആ ബിസിനസ് ആയതുകൊണ്ട് ആ ചെറിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ എപ്പിസോഡ് ഇടണം, കൂടുതൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലതൊന്നും സ്റ്റാൻഡേർഡ് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ചിലതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ കഥകൾ ഈ കണ്ണീർ കഥ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പം നമ്മളൊരു ഇൻ്റലക്ച്വലായിട്ടുള്ള സീരിയൽ റീച്ചായി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് ക്ലിക്കാവില്ല. ചാനൽസ് ഉൾപ്പെടെയുള്ള ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള പല ചില സീരിയൽ ചില ഫോർമുലാസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നവരായാലും അതിൻ്റെ പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവരെ ഒരിക്കലും തരം താഴ്ത്തി കാണുന്നത് നമുക്ക് വളരെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വളരെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാ നമ്മളെ കൂട്ടുകാരോട് പ്രേക്ഷകരോട് നാട്ടുകാരോട് അങ്ങനെ കാണാൻ പാടില്ല. കാരണം നമ്മൾ ആരും ഒരു പണി ചെയ്യുന്നവരും മോശമായിട്ടാണ്. കുറച്ച് ജോലികൾ പറയാം, ഡെയിലി ആയിട്ട് ക്ലാസ്സിൽ പറയാം. ഒരിക്കലും കാണുന്നത് നമ്മളെയൊക്കെ നിങ്ങൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ കലാകാരന്മാർ അല്ലെങ്കിൽ ചെറിയ മിനി സ്ക്രീനിലെ ചെറിയ കലാകാരന്മാരാണ്. നമ്മളെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെയാണ് കൂടുതലുണ്ട്. ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു 80% ഞാൻ അംഗീകരിക്കുന്നവരാണ്. ഞാനീ പറയും 10% ആൾക്കാരുണ്ട് അങ്ങനെ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക്. തീർച്ചയായിട്ടും ചേട്ടൻ വരാനിരിക്കുന്ന പ്രോജക്റ്റ് എല്ലാം തന്നെ ഒരു ഭയങ്കര വിജയമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം തന്നെ വളരെ അടുത്ത് തന്നെ ചേട്ടൻ ഒരു നല്ല സിനിമ കിട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു വലിയ കലാകാരൻ നിലയിൽ കൂടി ഇപ്പോൾ ഈ വളർന്നതിനെ ടേക്ക് ഓൺ സെഗ്മെൻറ്റിലേക്ക് എന്നെ വിളിച്ചു. ഒരു 10-20 മിനിറ്റ് എൻ്റെ വിശേഷങ്ങൾ, പ്രൈവറ്റായിട്ടുള്ള വിശേഷങ്ങൾ അറിയാനുള്ള സന്മനസ് കാണിച്ചു. എൻ്റെ എല്ലാ ടെക്നീഷ്യൻസിൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അതിനുള്ള സന്മനസ് കാണിച്ചു. അത് നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ഇയാൾ വഴി. അപ്പം തീർച്ചയായിട്ടും അതിലെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. മൾക്കണ്ണാടിയുടെ പിന്നെ മിക്സിനോട്, ഏഷ്യാനെറ്റിനോട്, പിന്നെ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നമ്മുടെ പ്രവേശനം കാണണം, വിജയിക്കണം. അതുപോലെ
അതുപോലെ ഇനിയും ഈ വാർക്കണ്ണാടി എന്നുള്ള പ്രോഗ്രാം എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുകയാണ് വാർക്കണ്ണാടി. അത് അനുകരിച്ചുകൊണ്ട് പല ചാനലിലും പല പ്രോഗ്രാം വന്നു. പക്ഷെ എന്നാൽ ഇത് അതിന് വളരെ സ്ട്രെങ്ത് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നു. ഇതും ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകും. ഇനിയും കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ സെഗ്മെന്റിൽ നിന്ന് വരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു. സന്തോഷം. Seventh birthday. I am getting old man. ആണോ? തിരിച്ചാണല്ലോ വെച്ചിരുന്നു. സാരില്ല. കൈമാറ്റിയെന്ന് നിങ്ങളുടെ ക്ലബിൽ ഒരു ATM കൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയതാണ്. പിന്നെ ഷാനിക്ക് എവിടുന്നോ പോയി. ഓരോ റൗണ്ടിലും ഒതുങ്ങും. ഓരോ ഭംഗി കൂടാനാണോ? ഇത് നേഹയുടെ ഫ്രണ്ടാണ് കേട്ടോ സുബേറെ. കുഞ്ഞാള് സായിബാബാനെ പോലെ കൂടി ഇരിക്കും. നേഹ അതിന്റെ മേളിൽ റെക്കോർഡിന്ന് വരും. വന്നു. ഇതിന്റെ ഇതൊക്കെ എവിടെ? നിർത്തിയിട്ട് വേണം സെർച്ച് ചെയ്യാൻ കേട്ടോ. ആണോ? തൽക്കാലം സൂമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് സൂമില്ലാണ്ട് തീരെ പറ്റില്ല. വീണ്ടും റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യും. മകളെ ഇരുന്നേ, നിങ്ങളെല്ലാവരും ഇരുന്നേ. നേഹ ഞാൻ ഷാനി അവിടെ നിൽക്കണത് ഒന്ന് പോസ് ചെയ്ത അപ്പഴത്തേക്ക് ഇരുന്നോ. വേറെ കത്തി ഇവിടെ പെട്ടെന്ന് റൈറ്റ് ഹാൻഡ് പിടിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പാട്ടിൽ പെട്ടതാ. മാനാഭിമാനമുള്ളത് ആൾക്കാരെ കൂടി എടുത്ത് അവൻ ആ കൊടുത്ത സമയത്ത് പിടിച്ചു വെച്ചാൽ അവിടെ തിന്നാൻ പറ്റുന്നതാണ്. കഴിക്കും. അപ്പയിന് കൊടുക്ക്. അതെന്ത് ഷാനി ശരിക്കും പോസി പോസി ഓക്കെ ഓക്കെ
ഇനി മോള് കഴിച്ചോ. ഇങ്ങനെ സുഖം കൊടുക്കും. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യും വയല് കുറച്ച് ഹോൾഡ് ചെയ്യും ചെറിയല്ലേ നല്ല എടുത്ത് മോനോടുക്കടാ മോനോടുക്ക് ഇനി അമ്മു കട്ട് ചെയ്യാം. മോളെ കുഞ്ഞു മോനോടുക്ക് സ്നേഹ ഇങ്ങനെ കൊടുത്തോ? സജു സജു അയ്യോ എന്ത് പറ്റി? ഒന്നും പോയില്ല കേട്ടോ. അതില്ല കയ്യിലില്ല നിനക്ക് അല്ല ക്രീം മാത്രം. അമ്മൂനും വെച്ച് തരാം. വേണ്ട നമുക്ക് മാനഭിമാനമൊക്കെയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് വേണം, ഞാൻ ഡയറ്റ് ചെയ്യണം. ഷാനിക്ക എനിക്ക് ചെല്ലേ സജുവിനോട് കാണാൻ